ഇത് മാസ് മോട്ടോഴ്സ് മഞ്ഞപ്പുറ നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി എൻജിൻ വർക്കായിട്ട് നമ്മൾ ചെയ്തതാണ്. എൻജിൻ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്, അതേപോലെ സിലിണ്ടർ, ക്ലച്ച് ഡിസ്ക്, ടൈമിംഗ് ചെയിൻ, ഗിയർ ബോക്സ്, ബെയറിംഗ് തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. അതുകൂടാതെ കൊണ്ട് ഇതിന് വേറെ അഡീഷണൽ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. നമുക്കതിൻ്റെ ബാക്ക് വീലിൻ്റെ ബെയറിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് പോയിട്ടുണ്ടായിരുന്നു, ബാക്ക് വീലിൻ്റെ ബെയറിംഗ് സീറ്റിംഗ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് ലേറ്റി കൊടുത്തൊക്കെ നമുക്ക് അടിക്കേണ്ടി വന്നതുകൊണ്ട് സെപ്പറേറ്റ്. പിന്നെ സൈഡ് സ്റ്റാൻഡ്, ക്ലച്ച്, ബ്രേക്ക്, കേബിൾ ഐറ്റംസ്, അങ്ങനെ കുറേ അഡീഷണൽ വർക്കുകൾ നമുക്ക് ഒരുപാടുണ്ടായിരുന്നു എൻജിൻ വർക്ക് കൂടാതെ കൊണ്ട് തന്നെ. അപ്പോൾ ഫുള്ള് നമ്മൾ വർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി നമുക്ക് 2022 മോഡൽ ബാറ്ററി ഇരിക്കണേ, പക്ഷേ ബാറ്ററി ഡിസ്ചാർജാണ്, ഒട്ടും ചാർജ് ഇല്ല. കാരണം ഉപയോഗിക്കാണ്ടൊക്കെ കുറേ നാൾ ഇങ്ങനെ ഇരുന്നായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്നേക്കുന്നത് ആണ് അതിൻ്റെ. അപ്പോൾ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്, നമുക്കത് ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ വർക്ക് ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് 1 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ സർവീസ്, ആഫ്റ്റർ സർവീസ് കൃത്യമായിരിക്കണം. എൻജിൻ വർക്കിന് ശേഷമുള്ള സർവീസുകൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ നമുക്കത് ശരിക്കും ഓൾറെഡി വാറണ്ടി ക്ലെയിമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റിയേക്കുന്ന കുറച്ച് പാർട്സുകളാണ്. കുറച്ച് പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റ്, അതേപോലെ തന്നെ പിസ്റ്റൺ തുടങ്ങിയിട്ടുള്ള ഐറ്റംസ്, സിലിണ്ടർ, പിസ്റ്റൺ, അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നല്ല രീതിയിൽ ബ്ലോക്കായി പോയി. മെയിനായിട്ട് അതൊക്കെയാണ് മെയിനായിട്ട് ഒരു ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. ഈ എയർ ഫിൽറ്റർ കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് കൂടുതൽ ഹെഡിൽ കരി കയറി ഹെഡിനകത്ത് കൂടുതൽ കാർബൺ വന്ന സമയത്ത് അത് ഡെവലപ്പായി ഓരോ സ്റ്റേജിലും അത് ഡെവലപ്പായത് കൂടുതലായിട്ട് സിലിണ്ടറിൽ സ്ക്രാച്ച് കിട്ടും, അതേപോലെ തന്നെ ഓയിൽ ലെവൽ കുറയ്ക്കും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് ക്ലച്ച് ഡിസ്ക് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ മാറ്റിയേക്കുന്ന ഐറ്റംസാണ്. അതായത് ഗിയറിൻ്റെ ഈ ഷിഫ്റ്റ് ഡ്രം അടക്കം നമുക്ക് തേയ്മാനം വന്നൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ട് അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 4th ഗിയർ വീലുകൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ക്ലച്ച് ഡിസ്ക്, ക്യാം ചെയിന്, കിക്കറിൻ്റെ ഷാഫ്റ്റ് മില്ലിങ് കംപ്ലൈൻറ്റ് വന്നിട്ട് അത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ മില്ലിങ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുള്ള് ഒന്നേന്ന് നമ്മൾ എഞ്ചിൻ അഴിച്ചിട്ട് വേണം നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം അതടക്കം നമ്മൾ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. സൈഡ് സ്റ്റാൻഡൊക്കെ ആയാലും വെൽഡിങ് മൊത്തം പോയിട്ട് മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ചേസിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങും. അതൊക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് ക്ലിയറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലത്തെ അതിൻ്റെ ഓയിൽ ചേഞ്ച് വരാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഓൾറെഡി ഇതിൻ്റെ മീറ്റർ കംപ്ലൈൻ്റ് ആണ്, വെള്ളം കയറിയിട്ടൊക്കെ ഡാമേജ് വന്ന് പോയേക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ 1 മാസം എന്നുള്ളത് അതാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഓയിൽ നമുക്ക് മാറ്റാനുണ്ട്, ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് ഉണ്ട്, വാൽവൊക്കെ ലൂസ് ഉണ്ടാവാം. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ 1 മാസത്തെ ഒരു ഗ്യാപ്പിൽ നമ്മൾ പറയണത് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഓരോ 3000 കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് വരാം, ഓരോ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1 ഇയറിൽ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റോ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകുകയാണെങ്കിൽ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റുകൾ ഒരു 99% നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന വണ്ടികളിൽ താരതമ്യേന മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 90%, 99% നമുക്ക് കംപ്ലയിൻറ്റ്സ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും ഇത് ചെയ്താണ് നമുക്ക് 1 ഇയർ വാറണ്ടി നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. അതിന് നമുക്ക് കറക്റ്റ് സർവീസ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കറക്റ്റ് സർവീസിലാണെങ്കിൽ മാത്രമാണ് നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, കാരണം അതിൻ്റെ എല്ലാ ഡാറ്റാസും നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും നമ്മളിവിടെ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വണ്ടിയുടെ ബില്ലും കാര്യങ്ങളൊക്കെ ബില്ലാവണുള്ളൂ. ഞാൻ അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയക്കാം. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റിൽ ചെറിയ വേരിയേഷൻ വരും. കാരണം എന്താ വെച്ചാൽ അഡീഷണൽ വർക്കുകളുണ്ട്. അത് ചെയ്യാതെ കൊണ്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യേണ്ടി വന്നേക്കണം കേട്ടോ. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബില്ല് ഡീറ്റെയിൽസും അടുത്ത ദിവസം തന്നെ നമ്മൾ ഓൾറെഡി വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ.